Hi all, welcome back to our session. In this session, we are going to learn about the second unit of the fourth block of the paper BEGC 109 British Romantic Literature. That is Frankenstein as a Gothic novel. Okay. അപ്പോൾ നമ്മൾ അതിൻ്റെ ഫ്രാങ്കൻസ്റ്റൈൻ എന്ന് പറയുന്ന നോവലിന്റെ സമ്മറി അനാലിസിസ് എല്ലാം നമ്മൾ നോക്കി, അതിന്റെ തീംസ് പറഞ്ഞു അല്ലെ. ഇനി നമ്മൾ അതിലേക്ക് അതിന്റെ ഒരു മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആസ്പെക്റ്റ് ആണ് ഏത് തരത്തിലുള്ള നോവലാണ് ഫ്രാങ്കൻസ്റ്റൈൻ എന്നുള്ളത്. ഓക്കെ, ഇപ്പൊ നമ്മൾ ഓൾറെഡി പഠിച്ചു വന്നതാണ് നോവൽ എന്ന് പറയുന്നത് കുറെ ടൈപ്സ് ഓഫ് നോവലുകൾ ഉണ്ട്. ലൈക്ക് ഗോത്തിക് നോവൽ, എപ്പിസ്റ്റോളറി നോവൽ, പിന്നെന്താ അങ്ങനെ കുറെ കൈൻഡ് ഓഫ് നോവൽസ് ഉണ്ട്. സോ അതില് ഗോത്തിക് നോവലില് എന്ന് പറയുന്ന അല്ലെങ്കിൽ ഗോത്തിക് നോവൽ ടൈപ്പിൽ പെടുന്നതാണ് ഫ്രാങ്കൻസ്റ്റൈൻ എന്ന് പറയുന്ന നമ്മുടെ ഈ ഒരു നോവൽ വരുന്നത്. സോ ഫ്രാങ്കൻസ്റ്റൈൻ എങ്ങനെയാണ് ഒരു ഗോത്തിക് നോവലായി മാറുന്നത്, അല്ലെങ്കിൽ ഗോത്തിക് നോവലായിട്ട് പറയാൻ കാരണം എന്താണ് എന്നുള്ളതാണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത്. സോ അതിനു മുന്നേ എന്താണ് ഒരു ഗോത്തിക് നോവൽ എന്ന് നമുക്ക് ആദ്യം അറിയണ്ടേ. എന്താണ് ഒരു ഗോത്തിക് നോവൽ? നമ്മൾ പഠിച്ചതാണ് അല്ലെ. ഗോത്തിക് നോവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അതിനെ കുറിച്ച് പറയുന്നത് വെച്ചാല് ഒരു ഹൊറർ കൈൻഡ് ഓഫ് എന്താ പറയണ്ടേ നോവലിനെയാണ്, അല്ലെങ്കിൽ ഹൊറർ കൈൻഡ് ഓഫ് തീംസും സീൻസും ഒക്കെ വരുന്ന കൈൻഡ് ഓഫ് നോവലിനെ നമ്മൾ ഗോത്തിക് നോവൽ എന്ന് പറയുന്നത്. സോ ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾക്ക് അതിന് മുന്നേ കാണാൻ പറ്റുന്നുണ്ട് കുറച്ച് അവിടെ വരുന്നത് എന്താന്ന് വെച്ചാൽ ഒരു റൈറ്റർ അല്ലെ, നമ്മുടെ റൈറ്റർ മേരി ഷെല്ലിന്റെ ഒരു ബയോ ബ്രീഫായിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെയാണ് ഗോത്തിക് ലിറ്ററേച്ചറിലേക്ക് പോയിട്ടുള്ളത്. സോ നമുക്കൊന്ന് പോയി വരാം. അതായത് ഫ്രാങ്കൻസ്റ്റൈൻ എന്ന് പറയുന്നത് ഒരു സയൻസ് ഫിക്ഷൻ മാത്രമല്ല, ഇറ്റ്സ് എ നോവൽ, one of the greatest Gothic novel in English literature. Mary Shelley combines horror, mystery, romance, psychology and scientific imagination to create a timeless masterpiece എന്ന് നമുക്ക് പറയാം. And it was published in 1818. Frankenstein appeared during the Romantic Age but strongly reflects Gothic traditions. And it explores fear, death, loneliness, ambition and the dangers of scientific experimentation. ഓക്കെ, അതൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇനി റൈറ്റേഴ്സിന്റെ ഒരു ബയോ ബ്രീഫ് നമ്മൾ ഒന്ന് നോക്കാം. ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് മേരി ഷെല്ലിന്റെ ഏർലി ലൈഫ് എങ്ങനെയാണ്. ബോൺ ഓൺ 30 ഓഗസ്റ്റ് 1797 ഇൻ ലണ്ടൻ. വില്യം ഗോഡ്വിന്റെയും അതുപോലെ തന്നെ മേരി വോൾസ്റ്റൺക്രാഫ്റ്റിന്റെ രണ്ടുപേരും എന്താണ് റൈറ്റേഴ്സ് ആണ്. ഇവരാണ് മേരി ഷെല്ലിന്റെ പാരന്റ്സ് ആയിട്ട് വരുന്നത്. മകള് ജനിച്ചിട്ട് കുറച്ച് ദിവസത്തിന് ശേഷം ആരാണ്, അമ്മയും മരിക്കുകയാണ് അല്ലെ. എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് മെയിൻലി അറ്റ് ഹോം ആയിരുന്നു. ലിറ്ററേച്ചർ, ഫിലോസഫി, സയൻസ് ഒക്കെ നല്ല രീതിക്ക് ഇഷ്ടപ്പെടുന്ന ഒരു റൈറ്റർ ആയിരുന്നു ആര്, മേരി ഷെല്ലി. അങ്ങനെ PB ഷെല്ലി ആയിട്ട് കല്യാണം കഴിക്കുന്നുണ്ട്. എന്നിട്ട് യൂറോപ്പിലൂടെ മൊത്തം സഞ്ചരിക്കുന്നുണ്ട്. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ് ഫസ്റ്റ് യൂണിറ്റില്. പിന്നെ ഫ്രാങ്കൻസ്റ്റൈൻ എഴുതാനുള്ള ഒരു കാരണം എന്താണ്, 1816 മേരി ഷെല്ലി ജനേവ ലേക്കില് അങ്ങനെ PB ഷെല്ലിയും ലോർഡ് ബാരന്റെ ഒക്കെ കൂടെ താമസിക്കുന്നവരുടെ ബൈറൺ ആണ് സജസ്റ്റ് ചെയ്തത് എല്ലാവരുടെ അടുത്തും ഒരു ഗോസ്റ്റ് സ്റ്റോറി എഴുതാൻ അല്ലെ. അങ്ങനെയാണ് മേരി എന്ത് ചെയ്തത്, ഒരു സയന്റിസ്റ്റ് ആയിട്ടുള്ള ഒരാള് ലിവിങ് ബീയിങ്ങിനെ ഡെഡ് ബോഡിയിൽ നിന്നും ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഡ്രീം കാണുകയും അങ്ങനെ ആണ് ഈ ഒരു സ്റ്റോറി എഴുതുകയും ചെയ്തത് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, ഫ്രാങ്കൻസ്റ്റൈൻ ആണ് മെയിൻ ആയിട്ടുള്ള വർക്ക്. പിന്നെ വരുന്നത് ദ ലാസ്റ്റ് മാൻ, വാൽപെർഗ, ലോഡ്രെ, ദെൻ വാൾട്ട്നർ ഒക്കെയാണ് വരുന്നത് കേട്ടോ. അങ്ങനെ 1851 മേരി ഷെല്ലി മരിക്കുന്നുണ്ട്. അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് അവിടെ പറയുന്നത്. ഇനി നമുക്ക് എന്താ നോക്കാം, വാട്ട് ഇസ് എ ഗോത്തിക് നോവൽ, ഗോത്തിക് ലിറ്ററേച്ചർ എന്താ നമുക്ക് നോക്കാം. സോ വാട്ട് ഇസ് എ ഗോത്തിക് നോവൽ, യു ക്യാൻ സീ ഇൻ ദ PDF. So a literary genre, Gothic novel is a literary genre rooted in horror and mystery. അത് മറക്കരുത് കേട്ടോ. ലിറ്റററി ജോണർ rooted in horror and mystery, designed to evoke fear, suspense and psychological terror in the reader. അപ്പൊ എന്താണ്, ഒരു ലിറ്റററി ജോണർ ആണ്. അത് റൂട്ട് ചെയ്തിരിക്കുന്നത് എന്തിലാണ്, ഹൊററിലും മിസ്റ്ററിയിലുമാണ് അല്ലെ. ആൻഡ് ഇറ്റ് ഡിസൈൻഡ് ടു ഇവോക്ക് ഫിയർ, സസ്പെൻസ് ആൻഡ് സൈക്കോളജിക്കൽ ടെറർ ഇൻ ദ റീഡേഴ്സ്. റീഡേഴ്സിന് അത് വായിക്കുമ്പോൾ ഈ പറഞ്ഞ രീതിക്കുള്ള ഒരു ഫിയർ, അതുപോലെ ഒരു സസ്പെൻസ് അല്ലെ, ത്രില്ലർ എന്നൊക്കെ നമ്മൾ പറയില്ലേ, സസ്പെൻസ് ത്രില്ലർ, ആ ഒരു കൈൻഡ് ഓഫ് സൈക്കോളജിക്കൽ ടെറർ ഒക്കെ റീഡേഴ്സിന്റെ ഉള്ളില് എന്താണ്
ഉള്ളിൽ ഇവോക്ക് ചെയ്യുന്ന തരത്തിൽ ഡിസൈൻ ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് നോവലാണ് ഗോത്തിക് നോവൽ എന്നുള്ളത്. ഹൊറർ നോവൽ, ഹൊറർ ടൈപ്പ് എന്ന് നമുക്ക് സിംപ്ലി പറയാൻ പറ്റും. ഇനി അതിന്റെ സെറ്റിങ്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഡാർക്ക് ഫോർബിഡിങ് സെറ്റിങ്സ് ആയിരിക്കും ഒന്ന്, അല്ലെ? ഡാർക്ക് തീം ആയിരിക്കും മൊത്തത്തില്. പിന്നെന്താണ്? ഡെത്ത്, ഡീകേ ആൻഡ് ദ സൂപ്പർ നാച്ചുറൽ എലമെന്റ്സ്, ഇതൊക്കെ നമുക്കതിൽ കാണാൻ പറ്റും. ദെൻ ഐസൊലേഷൻ ആൻഡ് സൈക്കോളജിക്കൽ കോൺഫ്ലിക്റ്റ് നമുക്കതിൽ കാണാൻ പറ്റും. അറ്റ്മോസ്ഫിയർ ഓഫ് ഡ്രെഡ് ആൻഡ് മിസ്റ്ററി, മൊത്തം ഒരു നിഗൂഢമായിട്ടുള്ള, അല്ലെ, കാര്യങ്ങളായിരിക്കും, തീംസ് ആയിരിക്കും, അല്ലെങ്കിൽ സീൻസ് ആയിരിക്കും മൊത്തം നമുക്കതിൽ കാണാൻ പറ്റും. അപ്പൊ നിങ്ങളുടെ ആ PDF-ന്റെ എന്താണ് ആ ഒരു ഔട്ട്ലൈൻ എന്നൊന്ന് നോക്കിക്കേ, ആ ഒരു ഡിസൈൻ നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഒരു ഹൊറർ തീം തന്നെയാണല്ലോ ഞാൻ അവിടെ കൊണ്ടുവന്നിട്ടുള്ളത്. പിന്നെ കീവേഡ്സ് നമുക്ക് പറയുമ്പോൾ ഹൊറർ, മിസ്റ്ററി, സസ്പെൻസ്, ഫിയർ, ഇതെല്ലാം നമുക്ക് ഒരു ഗോത്തിക് നോവലിൽ കാണാൻ പറ്റുന്ന രീതിക്കുള്ള എന്താണ് കാര്യങ്ങളാണ്. ഓക്കെ, സോ അതാണ് ഗോത്തിക് നോവൽ എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് പറയാനുള്ളത്. ദെൻ so the word Gothic originally referred to medieval architecture. Okay, അപ്പൊ ഗോത്തിക് എന്ന് പറയുന്ന ഒരു വേർഡ് എന്താണ് ഒറിജിനലി റെഫേർഡ് ചെയ്തിട്ടുള്ളത് എന്താണ്? മീഡീവിയൽ ആർക്കിടെക്ചർ എന്നുള്ള ഒരു കാര്യമാണ് കേട്ടോ. ആൻഡ് ലിറ്ററേച്ചറിൽ ഗോത്തിക് ഫിക്ഷൻ എന്ന് പറയുന്ന ഒരു ജോണർ ആണ്. അത് കമ്പൈൻ ചെയ്യുന്നത് എന്തിനൊക്കെയാണ്? ഹൊറർ, മിസ്റ്ററി, ടെറർ, സൂപ്പർ നാച്ചുറൽ ഇവന്റ്സ്, ഡാർക്ക് സെറ്റിംഗ്സ്, സൈക്കോളജിക്കൽ ഫിയർ, ഡെത്ത്, സസ്പെൻസ് ഒക്കെയാണ്. Then, rather than simply frightening readers, Gothic literature explores the darker side of human nature. ശരിക്കും പറഞ്ഞ റീഡേഴ്സിനെ മൊത്തത്തിൽ അങ്ങോട്ട് പേടിപ്പിക്കുക മാത്രമല്ല ചെയ്യുന്നത്, പക്ഷെ ഹ്യൂമൻ നേച്ചറിന്റെ ഒരു ഡാർക്കർ സൈഡ് കാണിച്ചു കൊടുക്കുകയും ഇതിലൂടെ ചെയ്യുന്നുണ്ട്, ഗോത്തിക് നോവലിലൂടെ ചെയ്യുന്നുണ്ട്. ഓക്കെ, നൗ ഗോത്തിക് ലിറ്ററേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും കൂടി നോക്കാം. എന്താണ് ഗോത്തിക് ലിറ്ററേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്. ഗോത്തിക് ലിറ്ററേച്ചർ ഇസ് a genre that combines elements of horror, mystery and romance to evoke fear and psychological terror originating in 18th century England. Okay, അപ്പൊ മിസ്റ്ററി മാത്രമല്ല, ഹൊറർ മാത്രമല്ല, റൊമാൻസും കൂടിയുണ്ട്. ഓക്കെ, ആൻഡ് ഇറ്റ് എമർജ്ഡ് ആസ് എ റിയാക്ഷൻ അഗെയിൻസ്റ്റ് എൻലൈറ്റ്മെന്റ് റാഷണാലിസം. The genre is characterized by dark brooding atmosphere, supernatural occurrences, decaying settings and intense emotional conflict. Conflict. Then Horace Walpole's The Castle of Otranto 1764 publish ചെയ്തിട്ടുള്ളത് and widely regarded as the first Gothic novel. ഓക്കെ, അതാണ് ഫസ്റ്റ് ഗോത്തിക് നോവൽ ആയിട്ട് അവിടെ അറിയപ്പെടുന്നത് കേട്ടോ. സോ നമ്മൾ പറഞ്ഞ പോലെ ഏതാണ് ഫസ്റ്റ് ഗോത്തിക് നോവൽ? ഏതാണ്? ഹൊറേസ് വാൽപോളിന്റെ ദ കാസ്റ്റിൽ ഓഫ് ഒട്രാൻഡോ 1764 പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ദ കൺവെൻഷൻസ് ദാറ്റ് വുഡ് ഡിഫൈൻ ദ ജോണർ ഓഫ് ദ സെഞ്ചുറി. പിന്നെ അടുത്ത മേജർ ഗോത്തിക് റൈറ്റർ, ഒന്ന് നമ്മൾ മേരി ഷെല്ലിനെ പറഞ്ഞു, പിന്നെ ഹൊറേസ് വാൽപോളിനെ പറഞ്ഞു. പിന്നെന്താണ്? ഹൊറേസ് വാൽപോൾ ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പൈനിയർ എന്ന് പറയുന്നത്. ഓക്കെ, കാസ്റ്റിൽ ഓഫ് ഒട്രാൻഡോ ആണ് അദ്ദേഹത്തിന്റെ മേജർ ആയിട്ടുള്ള ഗോത്തിക് നോവൽ. ദെൻ ആൻ റാഡ്ക്ലിഫ് ഉണ്ട്, ദ മിസ്റ്ററീസ് ഓഫ് ഉഡോൾഫോ ആണ് അദ്ദേഹത്തിന്റെ റൈറ്റിംഗ്. ദെൻ മാത്യു ലൂയിസ് ഇസ് അനദർ ഗോത്തിക് റൈറ്റർ, ഇൻട്രൊഡ്യൂസ്ഡ് ഡാർക്കർ ഹൊറർ ഇൻ ദ മങ്ക് എന്ന് പറയുന്ന റൈറ്റർ വർക്കാണ് അദ്ദേഹത്തിന്റെ. ദെൻ മേരി ഷെല്ലി, നമ്മുടെ ഇപ്പൊ പറഞ്ഞിട്ടുള്ള ഫ്രാങ്കിൻസ്റ്റീൻ, അല്ലെ, ഗോത്തിക് ഫിക്ഷൻ വിത്ത് ഫ്രാങ്കിൻസ്റ്റീൻ. ദെൻ ഫ്രാങ്കിൻസ്റ്റീൻ എവിടെ പോയി? ഓക്കെ, ദെൻ എഡ്ഗർ അലൻ പോ, അനദർ ഗോത്തിക് റൈറ്റർ ആണ്, മാസ്റ്റേർഡ് സൈക്കോളജിക്കൽ ഗോത്തിക് ഹൊറർ ഇൻ ഷോർട്ട് ഫിക്ഷനിലൊക്കെ അദ്ദേഹം കുറെ ഇത്തരത്തിൽ യൂസ് ചെയ്തിട്ടുണ്ട്. ദെൻ ബ്രാം സ്റ്റോക്കർ എക്സ്റ്റെൻഡഡ് ദ ട്രഡീഷൻ വിത്ത് ഡ്രാക്കുള എന്ന് പറയുന്നത് എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ള ഒരു, അല്ലെ, ഫിലിമുണ്ട്, നോവലും ഉണ്ട്. അപ്പോൾ ഡ്രാക്കുളയുടെ റൈറ്റർ ആരാണ്? ബ്രാം സ്റ്റോക്കർ ആണ് കേട്ടോ. സോ ഇത്രയാണ് നമുക്ക് എന്ത് പറയാനുള്ളത്? മേജർ ആയിട്ടുള്ള ഗോത്തിക് റൈറ്റേഴ്സിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി നമുക്ക് അടുത്തത് നോക്കാം, ഗോത്തിക് ലിറ്ററേച്ചർ ഇൻ ഫ്രാങ്കിൻസ്റ്റീൻ. ഇനി ഫ്രാങ്കിൻസ്റ്റീൻ എന്ന് പറയുന്ന നോവലിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ എന്തൊക്കെയാണ് അവിടെ കാണാൻ പറ്റുന്നത് എന്നുള്ളതാണ്. ഓക്കെ, സോ ഫ്രാങ്കിൻസ്റ്റീന് നമുക്ക് കാണാൻ പറ്റുന്നത് എന്താണ്? ഒരു ഡാർക്ക് ആൻഡ് ഐസൊലേറ്റഡ് സെറ്റിങ്സ് കാണാൻ പറ്റും, അല്ലെ? ഡാർക്ക് ആൻഡ് ഐസൊലേറ്റഡ് സെറ്റിങ്സ്.
remote landscape, graveyards, and desolate Arctic then wastelands create an atmosphere of dread and hopelessness അല്ലെ. അപ്പൊ ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് ഒരു ഡാർക്ക് സെറ്റിംഗ്സ് ഉണ്ട്. അതായത് മേരി ഷെല്ലി ഇൻക്ലൂഡ്സ് ഓൾമോസ്റ്റ് എവറി ഗോത്തിക് ഫീച്ചേഴ്സ് ഇൻ ദിസ് നോവൽ. ഡാർക്ക് സെറ്റിംഗിൽ കാണാൻ പറ്റുന്നത് ഗ്രേവിയാർഡ്, ലബോറട്ടറീസ്, മൗണ്ടെയിൻ, ദെൻ ആർട്ടിക്, സ്റ്റോമി നൈറ്റ്സ്, ഇതെല്ലാം എന്താണ്, ഇതെല്ലാം ഈ സെറ്റിംഗ്സ് എല്ലാം ക്രിയേറ്റ് ചെയ്യുന്നത് ഒരു ഫിയർ ആണ് അല്ലെ. പിന്നെ ഹൊറർ ആൻഡ് സസ്പെൻസ്, ദ ക്രിയേഷൻ ഓഫ് ലൈഫ് ഫ്രം ഡെഡ് മാറ്റർ ആൻഡ് ദ ക്രിയേച്ചേഴ്സ് ടെറിഫൈങ് അപ്പിയറൻസസ് സസ്റ്റെയിൻ relentless ടെൻഷൻ ത്രൂ ഔട്ട് ദ നോവൽ. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്കൊരു കൈൻഡ് ഓഫ് ടെൻഷൻ ത്രൂ ഔട്ട് ദ നോവൽ തരുന്നുണ്ട്. പിന്നെ സൈക്കോളജിക്കൽ കോൺഫ്ലിക്റ്റ് എന്ന് പറയുമ്പോൾ എന്താണ് അവിടെ വരുന്നത്? വിക്ടർ അല്ലെ, വിക്ടർ ഫ്രാങ്കൻസ്റ്റൈൻ ഇസ് ടോർമെന്റഡ് ബൈ ഗിൽട്ട്, ഒബ്സഷൻ ആൻഡ് ദ കോൺസിക്വൻസസ് ഓഫ് ഹിസ് അംബിഷൻ എംബോഡിഫൈങ് ഗോത്തിക് ഇന്നർ ടോർമെന്റ് അല്ലെ. അതാണ് അതിന്റെ മെയിൻ ആയിട്ടുള്ള സൈക്കോളജിക്കൽ കോൺഫ്ലിക്റ്റ് വരുന്നത്. മിസ്റ്ററി പറയുമ്പോൾ എന്താണ്? റീഡേഴ്സ് കോൺസ്റ്റന്റ്ലി വണ്ടർ, വിൽ ദ മോൺസ്റ്റർ റിട്ടേൺ, ഹൂ വിൽ ഡൈ നെക്സ്റ്റ്, ക്യാൻ വിക്ടർ സ്റ്റോപ്പ് ഹിം, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ മിസ്റ്ററി ആയിട്ട് അവിടെ നിൽക്കുന്നുണ്ട്. പിന്നെ ഹൊറർ സൈഡ് എന്താണ്? ക്രിയേഷൻ ഓഫ് ദ മോൺസ്റ്റർ ഇസ് ടെറിഫൈങ് അല്ലെ, ടെറിഫൈങ് ആയിട്ടുള്ള ഒരു ക്രിയേഷൻ ആണ് മോൺസ്റ്ററിന്റെ എന്ന് നമുക്ക് പറയാൻ പറ്റും. ദെൻ മേർഡേഴ്സ് ഇൻക്രീസ് ദ ഹൊറർ, അവിടെ കൂടി വരുന്ന മേർഡേഴ്സ് അല്ലെ, മേർഡേഴ്സ് ഡൺ ബൈ ദ ക്രിയേച്ചർ ക്രിയേറ്റിംഗ് എ കൈൻഡ് ഓഫ് ഹൊറർ നമുക്ക് പറയാൻ പറ്റും. ദെൻ ഐസൊലേഷൻ ഉണ്ട്. ഐസൊലേഷൻ എന്താ പറയുന്നത്? അതിന് മുന്നേ പറയുന്നത് ഡെത്ത് ആൻഡ് റിവെഞ്ച് അല്ലെ. ഇപ്പൊ പറഞ്ഞ മർഡർ, ഡെത്ത് ഹോൺസ് എവറി ചാപ്റ്റർ. The creature's murderous revenge against Victor drives the Gothic narrative forward. Then loneliness and isolation. Both Victor and creature are profoundly isolated. ലാസ്റ്റിലേക്ക് നമുക്ക് എൻഡ് ഓഫ് ദ നോവലിലേക്ക് രണ്ടുപേരും എന്തുണ്ട്? ഐസൊലേറ്റഡ് ആവുന്നുണ്ട്, ലോൺലിനെസ് അനുഭവിക്കുന്നുണ്ട്. ആൻഡ് വൺ ബൈ ഗിൽട്ട്, ദ അതർ ബൈ സൊസൈറ്റീസ് റിജക്ഷൻ. ഒരാൾ എങ്ങനെയാണ്? ഗിൽട്ട് വെച്ചിട്ടാണ് അല്ലെ, കുറ്റബോധം വെച്ചിട്ടാണ്. രണ്ടാമത്തെ ആളാണെന്നുണ്ടെങ്കിൽ സൊസൈറ്റി റിജക്ട് ചെയ്തിട്ടാണ് ലോൺലിനെസ് അനുഭവിക്കുന്നത്. ദെൻ സയന്റിഫിക് എക്സ്പെരിമെന്റ് പറയുന്നുണ്ട്. ഡെത്തിനെ കുറിച്ച് പറയുമ്പോൾ കുറെ ക്യാരക്ടേഴ്സ് അവിടെ മരിക്കുന്നുണ്ട്. വില്യം അല്ലെ, ആരാണ് വില്യം? ഫ്രാങ്കൻസ്റ്റീന്റെ വിക്ടറിന്റെ സഹോദരൻ അല്ലെ. പിന്നെ ജസ്റ്റിൻ ഉണ്ട്, ക്ലെർവൽ ഉണ്ട്, എലിസബത്ത് എന്റെ ബ്രൈഡ് അല്ലെ. ദെൻ അൽഫോൺസ്, വിക്ടർ ഒക്കെ അവിടെ മരിക്കുന്നുണ്ട്. പിന്നെന്താണ്? scientific experiment as horror. Victor's laboratory becomes a Gothic space where the boundary between life and death is transgressed, replacing the supernatural with science അല്ലെ. അതായത് ഗോസ്റ്റുകളൊന്നും നമുക്ക് ഈ ഒരു നോവലിൽ കാണാൻ പറ്റില്ല. പക്ഷെ ക്രിയേഷൻ ഇറ്റ് സെൽഫ് സീംസ് ഓൾമോസ്റ്റ് സൂപ്പർ നാച്ചുറൽ ബിക്കോസ് ഇറ്റ് ചലഞ്ചസ് നേച്ചർ. നേച്ചറിനെ ചലഞ്ച് ചെയ്യുന്ന ഒരു കാര്യമാണല്ലോ ആ ക്രിയേച്ചർ ആയിട്ട് വരുന്നത്. സോ അതിനെ നമുക്ക് സൂപ്പർ നാച്ചുറൽ എലമെന്റ് ആയിട്ട് കാണാൻ പറ്റും എന്നുള്ളതാണ്. പിന്നെന്താണ്? വിക്ടർ അവിടെ സഫർ ചെയ്യുന്ന കുറെ കാര്യങ്ങളുണ്ട്. ത്രൂ ഗിൽട്ട്, ആൻസൈറ്റി, നൈറ്റ് മെയേഴ്സ്, ഡിപ്രഷൻ, ഈ പറഞ്ഞതൊക്കെ എന്താണ്? വിക്ടർ സഫർ ചെയ്യുന്ന സൈക്കോളജിക്കൽ ഫിയർ ആണ്. സോ ദ റിയൽ ഹൊറർ ഇസ് ഇൻസൈഡ് ദ ഹ്യൂമൻ മൈൻഡ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ദെൻ സബ്ലൈം നേച്ചർ, ഹ്യൂജ് മൗണ്ടെയിൻസ്, സ്നോ, ദെൻ ഗ്ലേഷിയേഴ്സ്, സ്റ്റോംസ്, നേച്ചർ റിഫ്ലക്ട്സ് ഇമോഷൻസ് ഒക്കെ നമുക്ക് പറയാൻ പറ്റും. ഇതൊക്കെ എന്താണ്? ഗോത്തിക്കും ആണ് റൊമാൻറ്റിക്കും ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റും കേട്ടോ. പിന്നെന്താണ് അടുത്ത നോക്കാം? ഗോത്തിക് സെറ്റിംഗ് നമ്മൾ പറഞ്ഞു. വിക്ടറിന്റെ ലബോറട്ടറി എന്ന് പറയുന്നത് പ്ലേസ് ഓഫ് ഒബ്സഷൻ ആൻഡ് ട്രാൻസ്ഗ്രഷൻ. ദ ലാബ് എംബോഡീസ് ഫോർബിഡൻ സയൻസ്, ഡാർക്ക്, ക്ലട്ടേർഡ് ആൻഡ് ഐസൊലേറ്റഡ്. ഇറ്റ് ഈസ് ഹിയർ ദാറ്റ് ദ ബൗണ്ടറീസ് ഓഫ് നേച്ചർ ആർ വയലേറ്റഡ്, ജനറേറ്റിംഗ് ഹൊറർ ആൻഡ് ഡ്രെഡ്. ദെൻ ദ ഗ്രേവിയാർഡ് പറയുന്നുണ്ട് അല്ലെ. സോ ഫസ്റ്റ് വണ് നമ്മൾ എന്താ പറഞ്ഞത്? ലബോറട്ടറി. അടുത്തത് എന്താണ്? ഗ്രേവിയാർഡ് അല്ലെ. ഗ്രേവിയാർഡ് ആണ് അടുത്തത്. അതായത് സൈറ്റ് ഓഫ് റിസറക്ഷൻ ആൻഡ് മോറൽ കറപ്ഷൻ ഒക്കെയാണ് ആ ഒരു ഗ്രേവിയാർഡിന്റെ ഒരു സെറ്റിംഗ്. ദെൻ ഷെല്ലി യൂസസ് ഗ്രേവിയാർഡ്സ് ടു ഇവോക്ക് ഡെത്ത്, ഡീകേ ആൻഡ് ദ അൺനാച്ചുറൽ. അതായത് ഈ ഒരു ഗ്രേവിയാർഡിൽ നിന്നാണ്, ആ ഡെഡ് ബോഡീസിൽ നിന്നാണല്ലോ വിക്ടർ എന്ത് ചെയ്യുന്നത്? പുതിയൊരു ലിവിങ് ബീയിനെ ഉണ്ടാക്കുന്നത്. ആൻഡ് വിക്ടർ സ്റ്റീൽസ് ബോഡി പാർട്സ് ഹിയർ അല്ലെ. ബോഡി പാർട്സ് ഇവിടെ നിന്ന് സ്റ്റീൽ ചെയ്തും കൊണ്ടാണ് കൊണ്ടുപോകുന്നത് വിക്ടർ. അതായത് ഒരു ക്വസ്റ്റ്യൻ ഒരു എന്താണ് ക്വിൻഡെസെൻഷ്യാലിറ്റി ഗോത്തിക് ആക്ട് ഓഫ് ഡിസ്ക്രീഷൻ എന്ന് നമുക്ക് പറയാൻ പറ്റും. ദെൻ സ്വിൽസ് ആൽപ്സ്, അതായത് സബ്ലൈം ആൽപൈൻ ലാൻഡ്സ്കേപ്പ് റിഫ്ലെക്ട്സ് ദ റൊമാൻറ്റിക് ഗോത്തിക് ബ്ലെൻഡ്. Vast, overwhelming and indifferent. Nature mirrors Victor's inner turmoil and the creature's profound loneliness. Then Swiss Alps അവിടെ പറയുന്നുണ്ട്. Then
ആർക്കിട്ടോഷ്യൻ അല്ലെ. സോ ഒരു മിനിറ്റ്, സ്വിസ് ആൽപ്സ് അല്ലെ. സ്വിസ് എന്ന് പറയുമ്പോൾ എന്താണ്, ഒരു കൈൻഡ് ഓഫ് സ്വിറ്റ്സർലാൻഡിന്റെ ഒരു കൈൻഡ് ഓഫ് സംഭവമാണ് കേട്ടോ. ഒരു 60% ഓഫ് സ്വിറ്റ്സർലാൻഡ് ആൻഡ് ദ ബോസ്റ്റ് 48 പീക്സ് സോറിംഗ് ഓവർ 4000 meters ഇൻക്ലൂഡിംഗ് ദ ഐക്കോണിക് മാറ്റർബേൺ ആൻഡ് ഡുഫോസ് പൈപ്സ്. അതായത് ആ ഒരു പ്ലേസിനെയാണ് അവിടെ പറയുന്നത്. അപ്പൊ അത് എന്താണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് നമ്മൾ പറഞ്ഞു. പിന്നെ ആർട്ടിക് ഓഷ്യനിൽ എന്താണ്, നോവൽസ് ബ്ലേക്കസ്റ്റ് സെറ്റിംഗ്, അവിടെ നിന്നാണല്ലോ കഥ പറയാൻ തുടങ്ങുന്നത് ഫ്രാങ്കൻസ്റ്റൈൻ. ആരോട്? നമ്മുടെ ആ ക്യാപ്റ്റന്റെ അടുത്ത്. ഡെസലേറ്റ് ആണ്, ഫ്രോസൺ ആണ് അല്ലെ, അൺറീച്ചബിൾ ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. ആർട്ടിക് റെപ്രസെന്റ്സ് അൾട്ടിമേറ്റ് ഐസൊലേഷൻ, അതുണ്ട് കേട്ടോ. ബോത്ത് വിക്ടർ ആൻഡ് ക്രിയേച്ചർ ആർ കൺസ്യൂംഡ് ബൈ ദ വോയിഡ് അല്ലെ. ദെൻ ഗോത്തിക് ലാൻഡ്സ്കേപ്പ് ഓഫ് ദ ഡെസ്പെയർ ആൻഡ് ഡൂം എന്ന് നമുക്ക് പറയാൻ പറ്റും. അതാണ് ഗോത്തിക് സെറ്റിംഗ്. ഇനി എന്താണ്, ഓക്കെ, ആളെ കുറച്ച് ഇങ്ങോട്ട് മാറ്റി വെച്ചതാണ്, അല്ലെങ്കിൽ കാണാൻ പറ്റില്ല, അതുകൊണ്ടാണ് കേട്ടോ. സയൻസ്, ഹൊറർ ആൻഡ് ഐസൊലേഷൻ, എന്താണ് ഇതിൽ പറയുന്ന ഒരു തീം നമുക്ക് നോക്കാൻ പറ്റും. സോ സയൻസ്, ഹൊറർ ആൻഡ് ഐസൊലേഷൻ അല്ലെ. സയൻസ് ഫിക്ഷൻ ആണ് നമ്മൾ ഓൾറെഡി സംസാരിച്ചു കഴിഞ്ഞിട്ടുണ്ട് അല്ലെ. സയൻസ് ഫിക്ഷൻ ആണ് എന്നുള്ളത്. സോ വിക്ടർ ക്രിയേറ്റ്സ് വിക്ടർ ക്രിയേറ്റ്സ് ലൈഫ് ത്രൂ ഫോർബിഡൻ സയൻസ്. ഒരു ഫോർബിഡൻ സയൻസിലൂടെയാണ് വിക്ടർ അവിടെ ഒരു ലൈഫിനെ ക്രിയേറ്റ് ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നല്ല ഒരു ക്രിയേറ്റർ ആണ്, അല്ലെങ്കിൽ നല്ലൊരു സയന്റിസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ സയൻസിനെ നല്ല രീതിക്ക് അല്ലെ, ഒരു ആക്ച്വൽ സയൻസിന്റെ അവയർനെസ് ഉള്ള ഒരാൾക്ക് ഒരിക്കലും ഇത്തരത്തിൽ ഇറസ്പോൺസിബിൾ ആവാൻ പറ്റില്ല ഇത്തരത്തില്. പക്ഷെ ഒരു ഫോർബിഡൻ സയൻസ് യൂസ് ചെയ്തുകൊണ്ടാണ് വിക്ടർ അവിടെ ഒരു ലൈഫിനെ ക്രിയേറ്റ് ചെയ്യുന്നത് അല്ലെ. ദെൻ ഹി അബാൻഡൻസ് 1 minute. Okay, Victor creates life through forbidden science. Then he abandons the creature after its creation. അല്ലെ, ആഫ്റ്റർ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് എന്താണ്, അവൻ എന്ത് തോന്നുന്നുണ്ട്, ഒരു കൈൻഡ് ഓഫ് പേടി തോന്നുന്നുണ്ട്. എന്നിട്ട് അവൻ അവിടെ അബാൻഡൻ ചെയ്യുകയാണ്. സോ ദ ക്രിയേച്ചർ ഇസ് റിജക്റ്റഡ് ബൈ ഓൾ ഓഫ് സൊസൈറ്റി. ദെൻ ഐസൊലേഷൻ ആൻഡ് ലോൺലിനെസ് ഡ്രൈവ്സ് ദ ക്രിയേച്ചർ ടു റിവെഞ്ച്. അതാണ് റിവെഞ്ചിലേക്ക് അവനെ നയിക്കുന്നത്. ദെൻ വിക്ടേഴ്സ് ഒബ്സഷൻ ഡിസ്ട്രോയ് ഹിംസെൽഫ് ആൻഡ് ഹിസ് ലവ്ഡ് വൺസ്. അങ്ങനെ വിക്ടറിന്റെ ആ ഒരു അടങ്ങാത്ത ആഗ്രഹം, ഒബ്സഷൻ ആണ് അല്ലെ, അവന്റെയും അവന്റെ ലവ്ഡ് വൺസിന്റെയും ഡിസ്ട്രക്ഷൻ അവിടെ കാരണമാവുന്നത്. സോ ഇവിടെ ഒരു കാര്യം പറയുന്നുണ്ട്. എന്താണ് അവിടെ പറയുന്നത്? ജസ്റ്റ് ലുക്ക് അറ്റ് ദിസ്. 1 minute. Okay, science without responsibility leads to tragedy. Science without responsibility leads to tragedy. സയൻസ് ആവാം, പക്ഷെ സയൻസിനെ നല്ല രീതിക്ക് നമ്മൾ അപ്രോച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ റെസ്പോൺസിബിലിറ്റി വേണം. വിത്തൗട്ട് റെസ്പോൺസിബിലിറ്റി ഇറ്റ് ബിക്കംസ് ഡേഞ്ചറസ് എന്നുള്ളത് അവിടെ ആര് പറയുന്നുണ്ട്? മേരി ഷെല്ലി നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഇനി ഗോത്തിക് ആൻഡ് റൊമാൻറ്റിക് എലമെന്റ്സ് എന്തൊക്കെയാണ് ഇതിൽ വന്നിട്ടുള്ളത് എന്ന് നോക്കുന്നത്. ഗോത്തിക് എലമെന്റ്സ് എന്തൊക്കെ? ഗോത്തിക് എലമെന്റ്സ് വി ഹാവ് ഓൾറെഡി ഡിസ്കസ്ഡ് അബൌട്ട് ഇറ്റ്. ഹൊറർ അല്ലെ, ഹൊറർ ആൻഡ് ഡെത്ത്. ദെൻ ഹൊറർ ആൻഡ് ഡെത്ത്, റിവെഞ്ച് ആൻഡ് ഫിയർ, ഡാർക്ക് ഐസൊലേഷൻ, സൂപ്പർ നാച്ചുറൽ ഡ്രെഡ് ഒക്കെയാണ് എന്താണ് ഗോത്തിക് എലമെന്റ്സിൽ വരുന്നത്. റൊമാൻറ്റിക് എലമെന്റ്സിൽ അവിടെ നേച്ചർ, നമ്മൾ പറഞ്ഞു റൊമാൻറ്റിക് ലിറ്ററേച്ചർ പഠിക്കുമ്പോൾ വി ഹാവ് ഓൾറെഡി ലേൺഡ് അബൌട്ട് ഇറ്റ്. എന്താണ്? നേച്ചർ ആൻഡ് ഇമോഷൻ, ഇമാജിനേഷൻ, സബ്ലൈം വരുന്നുണ്ട്. എന്താണ് സബ്ലൈം? സബ്ലിമിറ്റി എന്ന് നമ്മൾ പറയില്ലേ. സബ്ലൈം നേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹ്യൂജ് ആയിട്ടുള്ള കുറെ മൗണ്ടെയിൻസ് നമുക്ക് അവിടെ കാണാം. സ്നോ, ഗ്ലേഷ്യറീസ്, സ്റ്റോംസ്, നേച്ചർ റിഫ്ലെക്സ് ഇമോഷൻസ് എന്നൊക്കെ പറയില്ലേ. സോ അത് ആ സബ്ലിമിറ്റിനെയാണ് അത് പറയുന്നത്. ഓക്കെ, സോ സബ്ലൈം നേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയേ ഉള്ളൂ. ഒരു കൈൻഡ് ഓഫ് എന്താ പറയേണ്ടത്, കോണ്ടെക്സ്റ്റ്, നാച്ചുറൽ വേൾഡിന്റെ കോണ്ടെക്സ്റ്റിലാണെന്നുണ്ടെങ്കിൽ ഒരു എക്സ്പീരിയൻസ് ഓഫ് നമുക്കൊരു ഫീലിംഗ് തരില്ലേ, അല്ലെങ്കിൽ ഗ്രാൻഡ്യൂർ ആയിട്ട് ഓവർവെൽമിംഗ് ആയിട്ടുള്ള വാസ്റ്റ്നെസ്, അതിനൊക്കെയാണ് നമ്മൾ സബ്ലൈം എന്ന് പറയാ കേട്ടോ. അപ്പൊ അതും ഒരു റൊമാൻറ്റിക് നേച്ചറാണ്, മീൻസ് എലമെന്റ് ആണ്. സോ ഫ്രാങ്കൻസ്റ്റൈൻ മാസ്റ്റർഫുള്ളി ബ്ലെൻഡ്സ് ബോത്ത് ട്രഡീഷൻസ് അല്ലെ, ബോത്ത് ട്രഡീഷൻസ് ഇവിടെ അലൈൻ ചെയ്ത് പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ ബ്ലെൻഡ് ചെയ്തിട്ടുണ്ട് ഇൻ ടു എ യൂണിഫൈഡ് ഗോത്തിക് റൊമാൻറ്റിക് വിഷൻ. അപ്പൊ ഇത് രണ്ടും എന്താണ്? സോ നമ്മളിവിടെ പഠിക്കുന്നത് റൊമാൻറ്റിക് ലിറ്ററേച്ചർ ആണ് അല്ലെ, അതിലൊരു ഗോത്തിക് നോവലാണ് ഇപ്പൊ പഠിച്ചിട്ടുള്ളത്. സോ ഇൻ ടു എ യൂണിഫൈഡ് ഗോത്തിക് റൊമാൻറ്റിക് വിഷൻ എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇനി മോഡേൺ പ്രൊമിത്തിയസ്. മോഡേൺ പ്രൊമിത്തിയസ് എന്താണ്? നമ്മുടെ ഈ ഒരു ഇതിന് അല്ലെ മോഡേൺ പ്രൊമിത്തിയസ് എന്നും പറയുന്നുണ്ട് ഈ ഒരു നോവലിനെ. സോ പ്രൊമിത്തിയസ്
stole fire from the gods, defying divine order. ഇതൊരു ശരിക്കുമുള്ള ഒരു കാര്യമാണ് കേട്ടോ. ഇവിടെ പ്രൊമത്തിയസ് എന്ന് പറയുന്നത് ഫയർ, ഗോഡിൽ നിന്നും ഫയർ ഡിഫൈൻ ചെയ്തിട്ട് ഒരു ഡിവൈൻ ഓർഡറിലേക്ക് എത്തിയിട്ടുള്ള ഒരാളാണ്. ഓക്കെ, സോ ഒരു മിനിറ്റ്. ഓക്കെ, സോ മോഡേൺ പ്രൊമത്തിയസ് എന്ന് പറയുമ്പോൾ എന്താണ്? മേരി ഷെല്ലിന്റെ ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് എന്നാ പറയുന്നത്, ഫ്രാങ്കൻസ്റ്റീൻ തന്നെയാണ് അല്ലെ. സോ എന്താണ് മോഡേൺ പ്രൊമത്തിയസ് എന്ന് വിളിക്കാൻ കാരണം? അതായത് വിക്ടർ ഫ്രാങ്കൻസ്റ്റീൻ മിറർ ചെയ്യുന്ന ഒരു മിത്തോളജിക്കൽ ആയിട്ടുള്ള ഒരു ടൈറ്റാനെയാണ്. അതായത് ബോത്ത് ക്യാരക്ടേഴ്സ് ഓവർസ്റ്റെപ്ഡ് നാച്ചുറൽ ബൗണ്ടറീസ് ബൈ ക്ലെയിമിങ് ഡിവൈൻ പവേഴ്സ്. ഓക്കെ, അപ്പൊ ഇതിൽ കാണുന്ന ഈ ഒരു പിക്ചർ നിങ്ങൾക്ക് കാണാൻ പറ്റുമല്ലോ. അപ്പൊ പ്രൊമത്തിയസിനെ കുറിച്ച് നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി കൂടുതൽ അറിയാൻ പറ്റും. ഓക്കെ, സോ രണ്ട് ക്യാരക്ടേഴ്സും എന്താണ്, നാച്ചുറൽ ബൗണ്ടറീസിനെ ഓവർസ്റ്റെപ്പ് ചെയ്തിട്ട് ഡിവൈൻ ആയിട്ടുള്ള പവറിന് വേണ്ടി ശ്രമിച്ച ആൾക്കാരാണ് അല്ലെ. ഇപ്പൊ രണ്ടുപേര്, ഇപ്പൊ ഈ പ്രൊമത്തിയസ് ആണെന്നുണ്ടെങ്കിലും നമ്മുടെ ഫ്രാങ്കൻസ്റ്റീൻ ആണെന്നുണ്ടെങ്കിലും ഒരേ കൈൻഡ് ഓഫ് കാര്യമാണ് ചെയ്തിട്ടുള്ളത്. അതാണ് മോഡേൺ പ്രൊമത്തിയസ് എന്ന് വിളിക്കാൻ കാരണം കേട്ടോ. പ്രൊമത്തിയസ് എന്താ ചെയ്തത്? ഹി സ്റ്റോൾ ഫയർ ഫ്രം ദ ഗോഡ്സ്. ഓക്കെ, ഗോഡിൽ നിന്നും ഫയർ സ്റ്റോൾ ചെയ്തിട്ട് ചെയ്യുകയാണ് ചെയ്തത്. എന്നാൽ ഫ്രാങ്കൻസ്റ്റീൻ എന്താ, സയൻസിനെ സ്റ്റീൽ ചെയ്തത് എന്താണ്? സീക്രട്ട് ഓഫ് ലൈഫ് കണ്ടെത്താൻ വേണ്ടിയിട്ടാണ്. സോ രണ്ടുപേരും ഒരു കാറ്റസ്ട്രോഫിക് ആയിട്ടുള്ള സെൽഫ് ഇൻഫ്ലിക്റ്റഡ് ആയിട്ടുള്ള പണിഷ്മെന്റുകളാണ് നേരിട്ടുള്ളത് എന്നാ പറയുന്നത്. സോ വിക്ടർ ഫ്രാങ്കൻസ്റ്റൈൻ ക്രിയേറ്റ്സ് ലൈഫ് ഡിഫൈങ് നാച്ചുറൽ ലിമിറ്റ്സ്. അപ്പൊ രണ്ടിന്റെയും ഒരു ഇമ്പോർട്ടൻസ് ചോദിച്ചാൽ നിങ്ങൾക്ക് ഇത് എഴുതാൻ പറ്റൂ കേട്ടോ. ദെൻ ബോത്ത് സഫർ ഡിവാസ്റ്റേറ്റിംഗ് കോൺസിക്വൻസസ് ഫോർ ദെയർ ആക്ഷൻസ്. രണ്ടുപേരും എന്താണ്, അവരുടെ ആക്ഷൻസിന് അവര് കോൺസിക്വൻസസ് അനുഭവിക്കുന്നുണ്ട്. ദെൻ തീം അംബിഷൻ വിത്തൗട്ട് responsibility brings destruction. Then Shelley subtitle the modern Prometheus. അങ്ങനെ ഷെല്ലി കൊടുത്തിട്ടുള്ള ഒരു ടൈറ്റിലാണ് മോഡേൺ പ്രൊമത്തിയസ് എന്നുള്ളത് കേട്ടോ. ഇനി അങ്ങനെ ഫ്രാങ്കൻസ്റ്റീൻ എന്ന് പറയുന്ന ഒരു നോവല് സ്ക്രീനിലേക്ക് വന്നിട്ടുണ്ട്, ലൈക്ക് എന്താണ്, സിനിമയായിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. 1931 ഫ്രാങ്കൻസ്റ്റീൻ ഒരു സിനിമയായി മാറുന്നത്. ജെയിംസ് വെയിലാണ് അതിന്റെ ഡയറക്ടർ എന്ന് പറയുന്നത്. ഓക്കെ, ആരാണ്? ജെയിംസ് വെയിൽ. ഓക്കെ, ഒരു ഐക്കോണിക് യൂണിവേഴ്സൽ പിക്ചർ ഫിലിം ആയിട്ടാണ്. ആരൊക്കെയാണ് ഇതിൽ അഭിനയിച്ചിട്ടുള്ളത്? ബോറിസ് കരോൾഫ് ആസ് ദ ക്രിയേച്ചർ ആയിട്ട് ബോറിസ് കരോൾഫ് ആയിരുന്നു. കാർലോഫ് ദെൻ established the visual identity of the monster in popular culture and emphasized Gothic horror through dark laboratory setting, dramatic lighting, and the theme of science defying nature, Bride of Frankenstein. Then expanded the story, deepening the creature's pathos and isolation. മേരി ഷെല്ലിന്റെ ഫ്രാങ്കൻസ്റ്റീൻ 1994 വേറൊരു സിനിമയായിട്ടും ഡയറക്ട് ചെയ്തിട്ടുണ്ട്. കെന്നത്ത് ബ്രാനാക്. ഓക്കെ, കെന്നത്ത് ബ്രാനാക് എഴുതിയിട്ടുണ്ട്. അതിൽ സ്റ്റാർ ചെയ്തിട്ടുള്ളത് റോബർട്ട് ഡി നെറോ ആണ് ക്രിയേച്ചർ ആയിട്ട്. അഡാപ്റ്റേഷൻസ് വന്നിട്ടുണ്ട്. ക്ലോസ്ലി ഫോളോസ് ദ ഷെല്ലീസ് നോവൽ, restoring the creature's intelligence and emotional depth. Later films and series continue to interpret the Gothic themes of ambition, isolation, and the consequences of unchecked scientific power, cementing Frankenstein as an enduring cultural myth എന്നുള്ളത്. സോ അതൊന്ന് ജസ്റ്റ് നോക്കിപ്പോയാൽ മതി കേട്ടോ. സോ കൺക്ലൂഷൻ ആയിട്ട് നമുക്ക് എന്താ പറയാനുള്ളത്? ഡാർക്ക് അറ്റ്മോസ്ഫിയർ ആൻഡ് ഗോത്തിക് സെറ്റിംഗ് ക്രിയേറ്റ്സ് പെർവസീവ് ഡ്രെഡ് ത്രൂ ഔട്ട് ദ നോവൽ അല്ലെ, നമ്മൾ പറഞ്ഞു. ദെൻ സൈക്കോളജിക്കൽ ടെറർ ആൻഡ് മോറൽ കോൺഫ്ലിക്ട് ഡിഫൈൻ വിക്ടേഴ്സ് ടോർമെന്റഡ് ജേർണി. Then mystery and suspense driven the narrative from creation to catastrophe. Isolation and revenge shape the creature's tragic and fate. Then science replaces the supernatural as the source of the Gothic horror. Then the blend of Gothicism and Romanticism elevates Frankenstein beyond the simple horror tale എന്ന് പറയാം. ഒരു സിമ്പിൾ ഹൊറർ ടെയിൽ നിന്നും അല്ലെ ഒരു ഗോത്തിസിസത്തിലേക്കും റൊമാൻറ്റിസത്തിലേക്കും എലവേറ്റ് ചെയ്തിട്ടുണ്ട് മേരി ഷെല്ലി. ദെൻ ഫ്രാങ്കൻസ്റ്റൈൻ എൻഡോസ് ആസ് എ മാസ്റ്റർ പീസ് ഓഫ് ഗോത്തിക് ലിറ്ററേച്ചർ. Okay, and a warning that ambition unchecked by responsibility leads only to destruction. Beware, for I am fearless and therefore powerful എന്നുള്ളത്. അതായത് ഞാൻ ഫിയർലെസ് ആണ്, ദെർഫോർ പവർഫുൾ ആണ് എന്നുള്ളൊരു കാര്യം ഓർത്തു വെക്കണം. പക്ഷെ എന്താണ്, റെസ്പോൺസിബിൾ ആവണം എന്നുള്ളതാണ്. എന്ത് കാര്യത്തിലും നമ്മൾ റെസ്പോൺസിബിൾ ആവണം എന്നുള്ളൊരു കാര്യം കൂടി മേരി ഷെല്ലി ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, പറയാതെ പറയുന്നുണ്ട്. സോ ദാറ്റ്സ് ഓൾ അബൌട്ട്
Frankenstein as a Gothic novel. That is Unit 2 of the Block 4 of the paper Romantic Literature. Okay, so I hope these points are clear for you. ഇനി നിങ്ങളെ ടെക്സ്റ്റ് നന്നായിട്ട് വായിക്കുക. അവിടെ കുറെ പോയിന്റ്സുകൾ എക്സ്ട്രാ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു PDF നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇതിൽ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ളൂ. വെരി സ്മോൾ പോയിന്റ്സ്. യു ക്യാൻ യൂട്ടിലൈസ് ദീസ് പോയിന്റ്സ് ഫോർ യുവർ എക്സാം. പക്ഷെ എന്നിരുന്നാലും എന്ത് ചെയ്യുക, നിങ്ങൾ ടെക്സ്റ്റ് നന്നായിട്ട് വായിക്കണം കേട്ടോ. Okay, so that's all about this session. Thank you.